ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ നമുക്ക് ഇഡലിയിലേക്കായാലും ചോറിൻ്റെ കൂട്ടത്തിലായാലും നമ്മുടെ ദോശേൻ്റെ കൂട്ടത്തിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തേങ്ങയൊന്നും വറുത്തരക്കാതെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ റെസിപ്പിയിലേക്ക് പോവേ. ഞാനിപ്പോൾ കുക്കറിൽ ഒരു കൈപ്പിടി നമ്മുടെ ചെറുപയർ പരിപ്പും ഒരു കൈപ്പിടി സാമ്പാർ പരിപ്പും കൂടി മിക്സ് ചെയ്ത് നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറിൽ ഊറ്റി വെച്ചതാണ്. അതിലേക്ക് നമുക്ക് കായപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കായോ ഇട്ട് കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ അടുത്ത് കായപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയാലും വേണ്ടിയില്ല, അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവുള്ള കഷ്ണങ്ങൾ, ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റുമാണ് ഇട്ടിട്ടുള്ളത്. ക്യാരറ്റിന് അത്ര വേവൊന്നുമില്ല, എന്നാലും ഇവിടെ ക്യാരറ്റ് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ക്യാരറ്റ് ഞാൻ അതിൻ്റെ കൂട്ടത്തിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വേവുള്ള കഷ്ണങ്ങളായിട്ടുള്ള ചേന അല്ലെങ്കിൽ പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ തന്നെ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ വെള്ളം, നമ്മൾ ഈ കഷ്ണങ്ങളെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കഷ്ണങ്ങൾ വേവാൻ പാകത്തിന്, അതായത് കഷ്ണങ്ങളുടെ ഒപ്പം വെള്ളം നിന്നാൽ മതി. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കറി ആകുമ്പോഴേക്കും അതൊന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഇതാ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നു. വിസിൽ വന്ന പാടെ നമുക്ക് തുറക്കണം കേട്ടോ. മുഴുവൻ വിസിൽ പോവാൻ വേണ്ടി നിൽക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ട് വിസിൽ വന്ന് തീ ഓഫാക്കിയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഫുൾ എയർ പുറത്തേക്ക് ഒഴിവാക്കണം. എന്നിട്ട് അത് അപ്പം തന്നെ തുറക്കണം. വെജിറ്റബിൾസൊക്കെ ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഇനിയും അത് കുക്ക് ചെയ്യാനുണ്ട്. സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഓരോ ഭാഗത്തും, അതായത് ഓരോ ജില്ലയിലും ഉണ്ടാക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലായാലും പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ പിന്നെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഒരു വീഡിയോയിൽ കണ്ട മാതിരി ആവില്ല വേറൊരു വീഡിയോയിൽ കാണുന്നുണ്ടാവുക. പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുരിങ്ങാക്കായ, ഒരു 2 മുരിങ്ങാക്കായ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേറൊരു പാത്രം ചൂടാവാൻ വേണ്ടി വെക്കാം കേട്ടോ. കുറച്ചൊരു വലിപ്പമുള്ള പാത്രം ആയിക്കോട്ടെ. പിന്നെ ഇതിലേക്ക് നന്നാറി സിറപ്പല്ല കേട്ടോ ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണയാണ്. ഞാൻ നന്നാറി സിറപ്പിൻ്റെ കുപ്പിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് എണ്ണ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ സാധാരണ സാമ്പാർ 2 വട്ടം വറവിടും. പിന്നെ നമ്മുടെ ചുവന്നമുളകും പൊട്ടിച്ചിട്ട് അങ്ങനെയും വറവിടും കേട്ടോ. അതിപ്പോൾ ഞാൻ 2 കൂടി ഒറ്റ വറവിടലാണ് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ പിന്നെ 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 5-6 ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഉണക്കമുളക് 2 എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബാക്കിലേക്ക് മാറി നിൽക്കുന്നത് നന്നായിരിക്കും, വെള്ളം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഏകദേശമൊക്കെ ഒന്ന് പൊട്ടിത്തെറികളൊക്കെ ഒന്ന് അടങ്ങി എന്ന് തോന്നുമ്പോൾ ഒന്ന് അടുത്തേക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ചെറിയ ഉള്ളി നമുക്ക് മുറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ മുഴുവനായിട്ട് ഇട്ടാൽ മതി. പിന്നെ എന്നെപ്പോലെ വെള്ളത്തോടെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആ കാര്യമുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 2-3 പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ലാസ്റ്റാണ് കേട്ടോ, ഈ സമയത്താണ് ചേർക്കുന്നത്. തക്കാളിയും ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വെണ്ടയ്ക്ക ലാസ്റ്റ് ചേർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം വീണ്ടും പിന്നെ നമ്മുടെ സാമ്പാർ പൊടി,
പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കായപ്പൊടി തീർന്നു കിട്ടും, അതാണ് ഇങ്ങനെ. അപ്പോൾ കുറച്ചുകൂടി കായപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വരെ പരിപ്പും പിന്നെ വേവുള്ള കഷ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളി പിഴിഞ്ഞ് അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ തിളക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ഹാഫ് ശർക്കര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇതിൽ പലതരം പൊടികൾ ഇട്ടതല്ലേ, അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റായി വരാനും ഒന്നിൻ്റെ ടേസ്റ്റും മുന്നിലേക്ക് നിൽക്കാതെ വെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ശർക്കര ആഡ് ചെയ്യുന്നത്. സാമ്പാർ തിള വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സിമ്മിലിട്ട് ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. സാമ്പാറും മീൻകറിയൊക്കെ നമ്മൾ എപ്പോഴും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇപ്പം നമ്മൾ ഉച്ചക്കിഴക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കുറച്ച് രാവിലെ തന്നെ ഉണ്ടാക്കുക. ഇനി രാവിലെ ഇഡ്ഡലിയിലേക്കൊക്കെ ആണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റും പിന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ വറുത്തരയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയും നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.